ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമലിനെ സോപ്പിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപർണ. അപ്പം അമലിന് കാര്യം മനസ്സിലായി. ഇവളെന്തോ കാര്യത്തിന് വേണ്ടി വന്നിരിക്കുന്നു. ഇവളെങ്ങും മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അമൽ മനസ്സിൽ ചിന്തിച്ച് ഇവളെ മൈൻഡ് ചെയ്യാതിരിക്കോ. അപ്പോൾ അതെ, നമ്മുടെ അമൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതെ ചായ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പറഞ്ഞ ഒരു ചോദ്യം. അപ്പോൾ നീ ഇപ്പം എന്താ പറഞ്ഞ്? അല്ല, ഞാൻ കേട്ടത് ശരിയാണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ചായ കൊണ്ടുവരട്ടെ എന്നോ? നീ ഒരു കപ്പ് ചായ തന്നിട്ട് ഞാനിതുവരെ കുടിച്ചിട്ടില്ലേ. പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണ് ചായ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, എനിക്ക് അങ്ങനെയും ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ അമലിങ്ങനെ അപർണയെ കളിയാക്കി പറയണം. അല്ല, എന്താ നിന്റെ മനസ്സിൽ? അത് നീ തുറന്നു പറഞ്ഞോളാനായിട്ട് അമൽ പറയുമ്പോൾ അത് അമലിന് തല പുകയ്ക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു പോയതാണെന്ന് അപർണ പറഞ്ഞു. അതിനൊക്കെ ഒരു യോഗമുണ്ട്. ആ ഒരു യോഗം അമലിൻ്റെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവില്ല എന്ന് അമൽ പറഞ്ഞു. അല്ല, ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരാമെന്നിങ്ങനെ അപർണ പറയുമ്പോൾ മനസ്സിലായി. ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് കലക്കി കൊണ്ടുവരാനല്ലേ എന്ന് ചോദിച്ചു. അപർണ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഞാനത് വാങ്ങിച്ച് കുടിക്കുന്നത് കണ്ട് നിനക്ക് ആസ്വദിക്കണം, അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. എന്ത് പറഞ്ഞാലും ഇപ്പം ഇവനൊന്ന് വിശ്വസിക്കുന്നത് എന്നൊക്കെ അപർണ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക. ഈ പഴയ നമ്പറേ അത് അമലിൻ്റെ അടുത്ത് വിലപ്പോവില്ല. അത് പൊതിഞ്ഞ് നിന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. നിന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മോൾക്ക് വേദം ഓതി തരാനായിട്ട് വരാറുണ്ടല്ലോ. ഇനി ഇപ്പം അച്ഛൻ വരുമ്പോൾ മോൾ ഇതുപോലൊരു ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ നിന്റെ അച്ഛൻ ഈ വഴിക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെയുള്ളവർക്ക് സമാധാനവും കിട്ടും. എന്താ അതുപോരെയെന്ന് ചോദിച്ചു. അപ്പോൾ അപർണ മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപർണ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അമൽ ഇങ്ങനെ നോക്കി വീണ്ടും അമലിൻ്റെ ജോലിയായിട്ടിരിക്കുക. പക്ഷെ അപർണ പോയത് അടുക്കളയിലേക്ക്. അടുക്കളയിൽ പോയി ചായ ഇട്ട് അമലിന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഈ ചായ ഒന്ന് കുടിച്ചു നോക്കിക്കേ, ഉപ്പിട്ട ചായ സൂപ്പറാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അപർണ ഇങ്ങനെ ഇരുന്ന് പറയുക. അമൽ അത് നോക്കിയിട്ട് വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അമലാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാത്തത് അപർണയ്ക്ക് ഭയങ്കര ഒരു കുറച്ചിലോ ഒരു ടെൻഷനോ ഏതാണ്ടൊക്കെ. എന്നിട്ട് ആ ചായ അവിടെ വെച്ചിട്ട് നമ്മുടെ അപർണ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ നമ്മുടെ അമൽ അവിടെ ഇരുന്നിട്ട് അവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഉപ്പിട്ട ചായ എന്ന് പറഞ്ഞിട്ട് പോയാൽ ഉപ്പിടാതെ തന്നതാണെന്ന് കരുതി ഞാനെടുത്ത് കുടിക്കും. അത് വേണ്ട, എന്നാൽ ചായയിൽ ഉപ്പുമായിരിക്കും. ഇനി എന്തൊക്കെ നമ്പറുകൾ കാണാനിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൽ അവിടെ ഇരിക്കുക. അമൽ ഈ ചായ എടുത്ത് കുടിക്കുന്നുണ്ടോയെന്ന് അപർണ എന്നിട്ട് അപ്പുറത്ത് ചെന്നിങ്ങനെ ഒളിഞ്ഞു നോക്കുക. അമലാണെങ്കിൽ ആ ചായയിലൊന്ന് തൊട്ടുപോലും നോക്കിയില്ല. അത് കഴിഞ്ഞിട്ടും അമലിൻ്റെ മനസ്സ് ആ ചായയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചായ മുന്നിലിരിക്കുകയല്ലേ. അപർണയാണെങ്കിൽ അപ്പുറം നിന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അമൽ ഇവള് ചായ എന്തായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പതുക്കെ എടുത്തൊന്ന് കുടിച്ചു നോക്കി. ആ സമയം വിചാരിച്ചതുപോലെയല്ല, നല്ല അസല് ചായ ആണല്ലോ. ഇതൊന്ന് മറിമായും എന്നൊക്കെ അമലിരുന്ന് ഇങ്ങനെ ചായ കുടിച്ചിട്ട് ആലോചിക്കും. അപ്പോഴാണ് അപർണയ്ക്കുന്ന സന്തോഷമായത്. ഇനി വയറിളക്കാൻ വല്ല മരുന്നും ചേർത്തിട്ടുണ്ടോ? എൻ്റെ ദൈവമേ, കുടിച്ച് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ അമൽ ഇങ്ങനെ തൂത്തൊക്കെ കേൾക്കൊണ്ടിരിക്കുക. എന്തായാലും വയറിളകും. അപ്പം പിന്നെ ബാക്കിയും കൂടെ കുടിച്ചേക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ അമൽ ആ ചായ മുഴുവൻ കുടിച്ചു. അപ്പോൾ ഇത്രയും മതി എന്നും പറഞ്ഞുകൊണ്ട് അപർണ അവിടെ അങ്ങനെ നിൽക്കുക. അമലിനെ മര്യാദയ്ക്കാക്കാൻ പറ്റുമെന്നുള്ളൊരിതിൽ. പാവം അമൽ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമ്മുടെ ജാനകിയും അമ്മയൊക്കെ ഇരിക്കുക. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ സാറ് പറഞ്ഞായിരുന്നു വേറെ ഡോക്ടറെ കാണിക്കുന്നതെന്ന്. ഒരു നേഴ്സ് വന്നപ്പോൾ ജാനകി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ മേഡം തിരക്കാം, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ശരി, വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞു. അവരങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ ജാനകിയെ വീക്ഷിച്ചുകൊണ്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് അയാൾ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. അപ്പോഴേക്ക് രാധാമണി വാരസ്യാർ എന്നുള്ള പേര് വിളിച്ചു. അവർ രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെന്നു. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അമ്മയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ സാമുവലെല്ലാം എന്നോട് വിശദമായിട്ട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് തലയ്ക്ക് ആഘാതമോ കാര്യങ്ങളൊന്നും ഏറ്റിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെമ്മറി ലോസ് വരാനുള്ള കാരണമെന്ന് നമുക്ക് ഉറപ്പിക്കാമെന്നൊക്കെ ഡോക്ടർ പറയാം. അപ്പോൾ അമ്മയുടെ മനസ്സിൽ നിന്ന് ഭൂതകാലം മുഴുവനും മാഞ്ഞു പോയി എന്നൊന്നും പറയാനും പറ്റത്തില്ല ഡോക്ടർ എന്ന് ജാനകി പറയുമ്പോൾ. അങ്ങനെ തോന്നാൻ എന്താ കാരണമെന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ അമ്മയുടെ ചെറുപ്പത്തിൽ അച്ഛനെ ക്ഷേത്രത്തിൽ മാല കിട്ടുന്ന ജോലിയായിരുന്നു എന്നും കഴിഞ്ഞ ദിവസം താനിങ്ങനെ മാല കിട്ടിയപ്പോൾ അമ്മ അടുത്ത് വന്നിരുന്നതും ആസ്വദിച്ചതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജാനകി പറയാം. എൻ്റെ മോളെ കാണുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ നമ്മൾ പറയുന്നത് എന്തെങ്കിലും കേൾക്കാതിരിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഡോക്ടർ നേരം ചോദിച്ചു. ഇല്ല, അമ്മയ്ക്ക് ഒരിക്കലും കേൾവിക്കൊരു തകരാറുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ജാനകി പറഞ്ഞപ്പോൾ ഓർമ്മകൾ മനസ്സിൽ എവിടെയോ നിറമങ്ങി കിടക്കുന്നുണ്ടെന്നും ഈ നില തുടർന്നാൽ അത് എപ്പോഴെങ്ങനെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാനും ആവില്ല എന്ന് ഈ ഡോക്ടർ പറഞ്ഞു കേട്ടോ. കുറച്ച് വേഗത്തിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ടെന്നും ഡോക്ടർ ഈ കേസ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണെന്ന് ഡോക്ടർ പറയുമ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് മേഡം, എത്രയും പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമെന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ജാനകിയുടെ അമ്മ പൂർണ്ണമായും സുഖമാകുമെന്നും അതിനുള്ളൊരു സമയമായിരിക്കാം ഒരു പക്ഷേ ഇത്, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് തന്നെ അമ്മയ്ക്ക് വരാൻ പറ്റിയതെന്നൊക്കെ ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക്
പറ്റുന്ന സമയങ്ങളിലൊക്കെ അമ്മയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുക. അമ്മയുടെ മാറ്റങ്ങൾ ശരിക്കും നിരീക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അമ്മയുടെ ആ ഒരു പഴയ കാലത്ത് ആരെങ്കിലും തിരിച്ചറിയാൻ പാകത്തിന്, അല്ലെങ്കിൽ ആ തമ്പി എന്ന് പറയുന്ന ആളെ തിരിച്ചറിയാൻ ഒരു ഫോട്ടോ എങ്കിലും പഴയ കാലത്തെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അതൊന്നും കിട്ടുമെന്നുണ്ടെങ്കിൽ സംഘടിപ്പിക്കാനും പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യം ഇതെല്ലാം പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി ജാനകി അമ്മയുടെ അടുത്തേക്കും പോയി. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപർണ ഫോൺ എടുത്ത് ഈ അന്വേഷിക്കാൻ വിട്ട ആളെ വിളിക്കുക കേട്ടോ. ഞാൻ വിചാരിച്ചത് ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ നല്ല പുഷ്പം പോലെ പരിഹരിച്ച് കാണുമെന്ന്. അതോ ഞാൻ ഏൽപ്പിച്ചത് ഒരു കാര്യഗൗരവം ഇല്ലാത്ത പണിയാണെന്ന് താൻ വിചാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ തോന്നുന്നെങ്കിലേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ അഡ്വാൻസ് മടക്കി താഴോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക ഈ അപർണ. അയ്യോ മേഡമിനെ തെറ്റിദ്ധരിക്കരുത്, ഈ ഡിറ്റക്റ്റീവ് പരിശോധന ഒരു നിസ്സാര കാര്യമൊന്നും അല്ല. പക്ഷെ ഞാനൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരും മേഡം. ഞാനതിൻ്റെ പിന്നാലെ രാപകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി തനിക്ക് വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കുമ്പം കാര്യങ്ങളെല്ലാം ഇയാൾ മണി പോലെ പറയുക. ജാനകി ഇപ്പോൾ ഉള്ളത് വീട്ടിൽ നിന്ന് 18 കിലോമീറ്റർ മാത്രമാണെന്നുള്ള കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു കൊടുത്തു. ജാനകിയുടെ ഫോൺ നമ്പർ വെച്ച് എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ടവർ ലൊക്കേറ്റ് ചെയ്താണ് ഞാൻ ഈ വിവരം കണ്ടെത്തിയതെന്നും പിന്നെ നമ്മുടെ ജാനകി താമസിക്കുന്ന സകല ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ജാനകി എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചു. ഇല്ല മേഡം, എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജാനകി ഇന്ന സാഹചര്യങ്ങളിലാണ് എന്നിങ്ങനെ പറയുന്നു ഇയാൾ. അപ്പോൾ എനിക്കിതൊക്കെ വിശ്വസിക്കാവോടോ എന്ന് ചോദിച്ചപ്പോൾ ഈ പശുപതി ഒരിക്കലും നുണ പറയില്ല. ഇനി വല്ല ഷോപ്പുകളിലെ കൗണ്ടറുകളിൽ മാത്രം നോക്കിയാൽ മതിയെന്നും പിന്നെ അല്ല ആ സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല, കുന്തം പോയാൽ കുളത്തിലും തപ്പണമെന്നുള്ളതാണല്ലോ എന്നൊക്കെ പശുപതി ഇങ്ങനെ അപർണയോട് പറയുന്നു. അപ്പോൾ ജാനകി BBA കഴിഞ്ഞ പെണ്ണാണെന്നും വലിയ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ള പെണ്ണാണെന്നും ഷോപ്പിൽ എന്തായാലും അവൾ ജോലിക്കൊന്നും നിൽക്കാനുള്ള വഴിയില്ല. അഭിയുടെ ഭാര്യയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. മേഡം പറയുന്നത് ഇവിടെ ഏതെങ്കിലും വീട്ടിൽ ജാനകി ഉണ്ടെന്നാണോ? അവൾ മാത്രമല്ല, കൂടെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാ. നിങ്ങൾ ആ ഒരു വഴിക്ക് അന്വേഷിക്കാൻ പറഞ്ഞു. ശരി മേഡം, ഞാനൊരു ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നതാണെന്നും അമ്മയെ ധ്യാനിച്ച് ജോലി തുടങ്ങാമല്ലോ എന്നൊക്കെ ഇയാൾ പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എൻ്റെ ദൈവമേ, ആ ജാനകി എൻ്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടണേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഇയാൾ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കയറി വരുന്നു ജാനകി അമ്മയും കൂടെ. അങ്ങനെ അവിടെ നിന്ന് പശുപതി ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. എൻ്റെ ജീവിതം കുറച്ച് പ്രശ്നത്തിലാണ്, പരിതാപകരമാണ്, വഴികൾ തുറന്നു തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങൾ. അപ്പോൾ ഇയാൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകുമ്പോൾ തൊട്ട് പുറകിൽ ജാനകി അമ്മയും വന്ന് നിൽക്കുക കേട്ടോ. ഇയാളാണെങ്കിൽ പ്രാർത്ഥിച്ച് വലം വെക്കുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അമ്മയ്ക്ക് കൈ തൊഴാനൊന്നും അറിയത്തില്ല, കൈയൊക്കെ പിടിപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് നമ്മുടെ ജാനകി. എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, എൻ്റെ അമ്മയ്ക്ക് സ്വബോധം കിട്ടണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ജാനകി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ പശുപതി അതിലേക്ക് നടന്നു വന്നിട്ട് ഒരു ചേച്ചിയെ കണ്ടിട്ട് ആ ചേച്ചിയോട്, ചേച്ചി ഒന്ന് നിന്ന് ചേച്ചി, അതെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. അടുത്ത ചേച്ചിയുടെ അടുത്ത് വന്നു. എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ചേച്ചി, എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചു. 3-4 ചേച്ചിമാരോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവരൊന്നും പറഞ്ഞ് കണ്ടിട്ടില്ല എന്ന്. ഇയാൾ ജാനകിയുടെ അമ്മയുടെ പുറകിൽ കൂടെയാണ് ഈ ഫോട്ടോയും കാണിച്ച് എല്ലാവരോടും ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവർ മുന്നിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ജാനകിയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പശുപതി അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ അമ്മയെ നോക്കിയിട്ട്, അമ്മ ഇവിടെ അടുത്തെങ്ങാനും ഉള്ളതാണോ? അതെ, ഞാൻ ഈ നാട്ടുകാരനല്ല, അതാ ചോദിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് ഈ ഫോട്ടോ കാണിച്ചു അമ്മയെ, അതായത് നമ്മുടെ രാധാമണി വാരസ്യാര്. ഇങ്ങനെ ഒരാളെ അമ്മ കണ്ടിട്ടുണ്ടോ, ജാനകി എന്നാ പേര് എന്നൊക്കെ പറഞ്ഞ് പശുപതി ഇങ്ങനെ പറയാം. ആ സമയത്ത് നമ്മുടെ ജാനകി ഇയാളുടെ പുറകിലും അമ്മയുടെ ബാക്കിലുമായിട്ട് നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും ആരോടോ. അപ്പോൾ ഇവർക്ക് എന്തോ പ്രശ്നമുള്ള ആളാണല്ലോ, മുഖം കണ്ടാൽ അറിയാമല്ലോ, പന്തികേടാ എന്നും പറഞ്ഞുകൊണ്ട് പശുപതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അപ്പോഴേക്കും ജാനകി ഇങ്ങോട്ടേക്ക് വരുന്നു. തലനാരും വ്യത്യാസത്തിനാണെന്ന് ഓർക്കണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നമ്മൾ കാണാതെ പോകുന്നത്. അത് കഴിഞ്ഞ് പശുപതി അപ്പുറം മാറി നിന്ന് ഫോണിൽ വിളിക്കുക. അപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഈ പശുപതി അവിടെ നിന്ന് ഇങ്ങനെ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ജാനകി അമ്മയെ വിളിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നു, ഇങ്ങനെ ചന്ദനക്കുറിയൊക്കെ തൊട്ട്. ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ അപർണ അകാപുരിയിൽ നമ്മുടെ നിരഞ്ജനയുടെ അടുത്ത് വന്നിരിക്കും. അപ്പോൾ നിരഞ്ജനയാണെങ്കിൽ അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിരഞ്ജനയുടെ മുന്നിൽ വന്നിരിക്കുന്നു. നിരഞ്ജനയാണെങ്കിൽ അപർണയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്താ ഭയങ്കര ബിസിയാണോ നിരഞ്ജനയെന്ന് ചോദിച്ചുകൊണ്ടാണ് അപർണ വന്നിരിക്കുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ തലവേദന തുടങ്ങിയതാ, ഓഫീസിൽ പോകാതെ നേരെ ഇങ്ങ് പോകുന്നു എന്ന് അന്നേരം നിരഞ്ജന അപർണയോട് പറഞ്ഞു. നിരഞ്ജന ഇപ്പോൾ ശരിക്കും ആക്റ്റീവായി കേട്ടോ എന്നൊക്കെ അപർണ ഭയങ്കര സ്നേഹത്തോടെ. അപ്പോൾ എനിക്ക് നല്ല തിരക്കുണ്ട്, എല്ലാം അച്ഛൻ കൂടെ ഉള്ളത് കൊണ്ടാണെന്ന് നിരഞ്ജന പറയുമ്പം ജാനകി വിളിക്കാറില്ലേ എന്ന് ചോദിച്ചു.
ആരെ വിളിച്ചില്ലെങ്കിലും നിരഞ്ജനെ വിളിക്കുമെന്ന് എനിക്ക് അറിയാവുന്നൊക്കെ അപർണ നൈസായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിരഞ്ജന പറഞ്ഞു, ആ ഏട്ടത്തിൽ സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ വിളിക്കാറുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ടല്ലോ. ഇവിടെ നിന്ന് അധികം ദൂരെയൊന്നും അല്ല ജാനകി അല്ലേ, ഏറിയാൽ ഒരു 18 കിലോമീറ്റർ അകലെയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പം അപർണ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചുകൂട്ടാ നിരഞ്ജന. അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റോ ശരിയോ, നിരഞ്ജനയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നിങ്ങനെ പറയുമ്പം ആ എനിക്ക് പറയാൻ ഒരു മടിയില്ല പറഞ്ഞേ, പക്ഷെ ഒരാൾ വിലക്കിയാൽ ഞാനത് പറയില്ല. ജാനിയടുത്ത് എവിടെയുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു, പക്ഷേ എന്നോട് ആരോടും പറയരുതെന്നും ജാനിയടുത്ത് പറഞ്ഞു. വിശ്വസിച്ച ഒരാൾ പറയുന്ന കാര്യം ഞാൻ മറ്റുള്ളവരോട് പറയാറില്ല എന്ന് നിരഞ്ജന പറയുന്നു. അതിന് ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ പറയില്ല എന്ന് പറയുമ്പം ജാനകി ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, കൂടെ അമ്മയെന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് അത്രയെന്നൊക്കെ അപർണ പറയുമ്പം കൂടെയുള്ളത് അമ്മയാണെങ്കിൽ എന്തിന് പൊന്നുവിനെ അഭിയേട്ടനെയും വിട്ട് മാറി താമസിക്കണമെന്ന് ജാനകിയെ പറ്റി ചോദിച്ചു കേട്ടോ നിരഞ്ജന. അമ്മയെ എന്തിനാ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തടസ്സം, അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ പോരെ, എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അതും അപർണ അറിഞ്ഞ് കാണത്തില്ലേന്ന് ചോദിച്ചു. അത് ഞാൻ വൈകാതെ അറിയും, മറ്റാരെങ്കിലും പറഞ്ഞുള്ള ഒരറിവൊന്നുമല്ല, നേരിട്ട് ചെന്ന് ഞാൻ കണ്ടറിയുമെന്ന് പറയുമ്പം അതിനിപ്പോൾ എന്താ കുഴപ്പം, പോയി കാണുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. ജാനിയടത്തിയുടെ അമ്മയെ അല്ലേ കാണാൻ പോകുന്നത്. അപ്പം പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ അപർണ. ഞാനൊന്നും ഊഹിച്ചു പറയാറില്ല, എന്നോട് ജാനിയടത്തി പറഞ്ഞത് മറ്റൊന്നാ, പിന്നെ ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ എന്ന് ചോദിക്കാനും പോകുന്നില്ല എന്ന് നമ്മുടെ നിരഞ്ജന പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നു. മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ഞാനെന്തിനെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നിരഞ്ജന നൈസായിട്ട് ഇവളെ അങ്ങ് ഒഴിവാക്കിയങ്ങ് പോയി. അപ്പം ഇങ്ങനെ ആകെ ചൂളി നിൽക്കുക കേട്ടോ നിരഞ്ജനയുടെ മുന്നിൽ. അപർണ, നീ ഒരു വിഡ്ഢിയായി പോയതിൽ യാതൊരു അത്ഭുതവും ഇല്ല, ഭർത്താവിൻ്റെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ പറ്റാത്തവളല്ലേ നീ. അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് ചന്ദ്രകാന്തം എന്ന് പറയുന്ന വീട്ടിൽ നമ്മുടെ ജാനകി അമ്മയും കൂടി ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ മേരിയമ്മ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്താ മോളെ രാധാമണിക്ക് പറ്റിയതെന്ന് മേരിയമ്മ ചോദിക്കും. എന്താണെന്ന് അറിയില്ല മേരിയമ്മ, ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തത് എന്തോ ഒന്നും ഉണ്ടായിട്ടുണ്ട്, അതെന്താണെന്ന് പറയാതെ നമുക്കറിയില്ലല്ലോ എന്ന് ജാനകി മേരിയമ്മയോട് പറയാം. കുറച്ച് നേരം ഡോക്ടറുടെ കൂടെ ആയിരുന്നു അമ്മ. അപ്പോൾ രാധാമണി ഈ ജ്യൂസ് ഒന്ന് കുടിക്കുന്നു, ക്ഷീണം മാറട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് ഒന്ന് കുടിപ്പിക്കുക. അപ്പോൾ അത് കുടിക്കാതെ വാശി പിടിച്ചിരിക്കുക. ആ സമയത്ത് മേരിയമ്മ പറഞ്ഞു, ഈ വാശി കണ്ടാൽ അറിയില്ല എന്തോ ഉണ്ടെന്ന്, അങ്ങനെ ഒരു വികാരം പ്രകടിപ്പിക്കാൻ കഴിയുന്നത് തന്നെ ഭാഗ്യമല്ലേ മേരിയമ്മേ എന്ന് ജാനകി അന്നേരം മേരിയമ്മയോട് ചോദിച്ചു. ഇഷ്ടമല്ലെങ്കിൽ കൊടുക്കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ മോളെന്ന് മേരിയമ്മ ചോദിക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ നിന്ന് ഓർമ്മകൾ പൂർണ്ണമായും മാഞ്ഞു പോയെന്നാണ് ഡോക്ടർ പറയുന്നതെന്ന കാര്യം ജാനകി അന്നേരം മേരിയമ്മയോട് പറയുക കേട്ടോ. പക്ഷെ ഞാൻ മാല കെട്ടുന്നത് കണ്ടപ്പോൾ അമ്മയുടെ മനസ്സിൽ ഓർമ്മകളില്ലാത്തത് കൊണ്ടാണ് പുഞ്ചിരികളോടെ അമ്മ നോക്കിയിരുന്നത്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും മങ്ങിയ ചിത്രം പോലെ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടാവും മോളെ, അത് ഉറപ്പാണെന്ന് മേരിയമ്മ പറയുക. അങ്ങനെ എനിക്ക് തോന്നണതെന്ന്. അപ്പോൾ ശരിയായിരിക്കുമെന്നുള്ള ഒരു ഇതിൽ നമ്മുടെ ജാനകി ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴും അമ്മയുടെ ഭാവത്തിൽ ഒരു മാറ്റമില്ല, കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും അമ്മയുടെ ഇതിലൊരു മാറ്റവും വരുന്നില്ലല്ലോ എന്ന് ജാനകി പറയുമ്പോൾ നമുക്കതിന് നമുക്കതിന് രാധാമണിയുമായിട്ട് അത്രയ്ക്ക് അബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ജാനകി മോളെ എന്ന് മേരിയമ്മ പറഞ്ഞു. ഒരായുസ് മുഴുവനും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് മേരിയമ്മ, എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ച് കിട്ടിയാൽ മതി, അമ്മ എന്നെ ഒന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം മാത്രം മതി എനിക്കെന്നൊക്കെ പറഞ്ഞ് ജാനകി ഇരുന്ന് ഇങ്ങനെ പറയുന്നു. അമ്മ പിന്നെ കുടിച്ചോളും മേരിയമ്മ അപ്പോൾ ഇപ്പോഴാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ നിരഞ്ജനയുടെ കോള് വന്നു ജാനകിയുടെ ഫോണിലേക്ക്. അപ്പോൾ ജാനകിയടുത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു എന്ന് ചോദിച്ചു. ആ വന്നായിരുന്നു, പിന്നെ വിശേഷിച്ച് പറയത്തക്ക മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, പതിവ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നതെന്നൊക്കെ പറഞ്ഞു. അപർണ ഇപ്പം ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, അതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ശരിക്കും അമ്പരന്ന് പോയിട്ടോ എന്ന് പറയുമ്പം എന്താ അവൾ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ 18 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വാടക വീട്ടിൽ ജാനിയെ ഏട്ടത്തിയും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞെന്ന് കേട്ടപ്പോൾ ജാനകി ഞെട്ടിപ്പോയി. അപ്പോൾ അവൾക്ക് കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിലൊന്നും കിട്ടിയിട്ടില്ല ഏട്ടത്തി, പകുതിയും അപർണ ഭാവനയിൽ കണ്ടെടുത്ത കാര്യങ്ങളാണെന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ കൃത്യമായിട്ടും കിലോമീറ്ററും കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞില്ലേ മോളെന്ന് ചോദിച്ചു. അതെങ്ങനെ അവൾക്ക് മനസ്സിലായി കാണും? അതെനിക്ക് അവൾ ഇവിടെ വന്നാൽ ഞാൻ ചെയ്യുന്നതൊക്കെ വെറുതെ ആകുമെന്നുള്ള കാര്യം ജാനകി ഇങ്ങനെ പറയൂ കേട്ടോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിരഞ്ജനെന്ന് പറഞ്ഞ് നിൽക്കുമ്പം ഏട്ടത്തി വെറുതെ ടെൻഷൻ അടിക്കാതെ നിൽക്കുക. ഏട്ടത്തെ ടൗണിൽ വെച്ച് ആരോ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ നമ്മുടെ നിരഞ്ജന പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.